എത്ര പേർക്ക് മിസ്റ്റർ ബീസ്റ്റിനെ അറിയാം? മിസ്റ്റർ ബീസ്റ്റിനെ അറിയുന്ന ആളുകൾ എല്ലാവരും ഒന്ന് കൈപൊക്കുക. മിസ്റ്റർ ബീസ്റ്റിനെ ഒരുപാട് പേർക്ക് അറിയാം. ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്ലേസ്മെന്റിൽ ഇരുന്നിട്ടില്ല. എത്ര ആളുകൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് സക്സസ്ഫുൾ ആയി മാറുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ? 40 lakhs per annum, 40 LPA, 1 CR LPA. നമ്മുടെ കൂട്ടത്തിലുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. ഒരുപക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ അവരെല്ലാം ഞെട്ടിപ്പോയി. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ 2nd റാങ്ക് ആയിരുന്നു 2011 ജവഹർ. ഐ ആം ഗോയിങ് ടു ബിൽഡ് മൈ ഓൺ കമ്പനി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ മക്കളോടും പാരൻസിനോടും. എത്ര പേർക്ക് മിസ്റ്റർ ബീസ്റ്റിനെ അറിയാം? മിസ്റ്റർ ബീസ്റ്റിനെ അറിയുന്ന ആളുകൾ എല്ലാവരും ഒന്ന് കൈപൊക്കുക. മിസ്റ്റർ ബീസ്റ്റിനെ ഒരുപാട് പേർക്ക് അറിയാം. എത്ര പേർക്ക് ഐ സ്പീഡ് എന്ന് കേട്ടിട്ടുണ്ട്? ഐ സ്പീഡ് എല്ലാവരും ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ട്. എത്ര പേര് ഹനാൻ ഷാ എന്ന് കേട്ടിട്ടുണ്ട്? ഓക്കെ, ഹനാൻ ഷാനെ എല്ലാവരും കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എത്ര പേര് ഇതിൽ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഐ സ്പീഡിനെ പോലെ മിസ്റ്റർ ബീസ്റ്റിനെ പോലെ കണ്ടന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒന്ന് കൈവെക്കുക. ഒരു കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള റീസൺ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഐ സ്പീഡിനെ പോലെ ആവണം, മിസ്റ്റർ ബീസ്റ്റിനെ പോലെ ആവണം, അല്ലെങ്കിൽ ഹനാൻ ഷായെ പോലെ ആവണം എന്ന് തോന്നാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളാണ്. കാരണം അവരെന്നും കാണുന്ന, അവര് ഇൻസ്പയർഡ് ആകുന്ന ആളുകൾ ഇവരൊക്കെയാണ്. നമ്മുടെ മക്കളെ മുന്നിൽ ഇൻസ്പിരേഷൻ ആവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെന്നും കാണുന്ന അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കുന്ന ആളുകളാണ് അവർക്ക് ഇൻസ്പിരേഷനായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ രൂപത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവണം. ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ് അല്ലേ? എത്ര ആളുകൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് സക്സസ്ഫുൾ ആയി മാറുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ? നമ്മുടെ കൂട്ടത്തിലുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വാസ്തവം, ആ റിയാലിറ്റി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇന്ന് ഈ ഒരു ഡിസ്കഷൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റിലും ഒരുപാട് റിയൽ സക്സസ് സ്റ്റോറീസ് നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ആകുന്ന, നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന ആളുകളുടെ ഒരുപാട് റിയൽ ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അപ്പം ഇവിടെയുള്ള എത്ര പേർക്ക് IITകൾ NITകൾ എന്നൊക്കെ കേട്ടിട്ടുള്ള, എയിംസ് എന്നൊക്കെ കേട്ടിട്ടുള്ള എത്ര ആളുകളുണ്ട് ഇവിടെ? ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരു 10-15 വർഷത്തെ മുൻപ് ഞങ്ങൾക്കൊന്നും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തടത്തുനിന്ന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ IITകളിലും IIMകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. പലപ്പോഴും നമ്മളെ മക്കളുടെ മുന്നിൽ ഈ ഒരു സക്സസ് സ്റ്റോറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനത്തെ ആളുകളുടെ സക്സസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേണ്ട രൂപത്തിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ ഇൻസ്പിറേഷൻസ് ആകുന്നത് ഹനാൻ ഷാമാരുകളും ഹൈ സ്പീഡുകളും മിസ്റ്റർ ബീസ്റ്റുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഉള്ള 2 ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒന്ന് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ കൂടെ +1 +2 മുതൽ കൂടെ പഠിച്ച ജവഫറാണ്. ജവഫറിനെ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പല ആളുകൾക്കും ചിലപ്പോൾ ജവഫറിനെ ഓർമ്മയിൽ ഉണ്ടാവില്ല. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ 2nd റാങ്ക് ആയിരുന്നു 2011 ജവഫർ. അതിനുശേഷം IIT മദ്രാസിൽ നിന്ന് BTech ആൻഡ് MTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. സെർണർ കോർപ്പറേഷനിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. സെർണർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി കാർട്ടോകാർട്ട് AI എന്ന് പറയുന്ന സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് CTO ആണ്. അപ്പം ഞാൻ ഇതിൽ ആദ്യമായിട്ട് ജവഫറിൻ്റെ ഒരു സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയാനും അതേപോലെ നമ്മുടെ മക്കൾക്ക് അതിൽ നിന്ന് ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ജവഫറിനോട് എന്ത് ചെയ്യാം, ജവഫറിൻ്റെ സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ പറയും. ജവഫർ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മുടെ രാജ്യത്തിൻ്റെ നാളത്തെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുട്ടികൾ, വളരെ ആകാംക്ഷപൂർവ്വം ഈ ഒരു പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാരൻസ് എല്ലാവർക്കും ആദ്യമായി എൻ്റെ ബെസ്റ്റ് വിഷസ്. എൻ്റെ പേര് ജാഫർ. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ മറ്റത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത്. എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു കുടുംബം. എൻ്റെ ഉപ്പ കുറച്ചു കാലം പ്രവാസിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു,
ഒരു ചെറിയ കട നടത്തി. അതുപോലെ എൻ്റെ ഉമ്മ ഒരു വീട്ടമ്മയാണ്. എൻ്റെ കുടുംബത്തിൽ നിന്നും വിദ്യാസമ്പന്നരെന്ന് പറയാവുന്ന തക്കത്തിലുള്ള ആരും ഇല്ലാത്തൊരു പശ്ചാത്തലം. ഒരു നാട്ടുംപുറത്തെ സാധാരണ കുട്ടികളെപ്പോലെ ഫുട്ബോൾ കളിച്ചും ക്രിക്കറ്റൊക്കെ കളിച്ചും ഒരുപാട് കാലം പോയി. ഒരു 9ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴാണ് പലർക്കും എന്ന പോലെ ഒരു സ്പാർക്ക് എനിക്കുണ്ടാവുന്നത്. പഠിക്കണമെന്ന ചിന്ത, എന്ത്, എങ്ങനെ, എങ്ങോട്ട്, എന്താവണം, അങ്ങനെ യാതൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ SSLCയുടെ റിസൾട്ട് വന്നപ്പോൾ തിരക്കടില്ലാത്തൊരു മാർക്കുണ്ടായി. നാട്ടിലും അതുപോലെ തന്നെ ഫാമിലിയിലും എല്ലാം ഒരു സെലിബ്രേറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു അത്. എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനമുണ്ട്, നീ നാളെ അവിടെ പോകണം. എന്തിന്, എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ പോയി. ഫസ്റ്റ് ഷോക്ക് അവിടെ നിന്നായിരുന്നു. അവിടെ ഓൾറെഡി ഒരു ബാച്ച് കുട്ടികൾ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസമാണ് ഞാൻ പോകുന്നത്. അവിടെ ഒരു ബാച്ച് കുട്ടികൾ ഓൾറെഡി ഓരോ സബ്ജക്റ്റിലെയും 1ഓ 2ഓ ചാപ്റ്ററുകളൊക്കെ കഴിഞ്ഞ് അവർ പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായും സർക്കാർ സ്കൂളുകളിൽ മാത്രം പഠിച്ച് മലയാള മീഡിയത്തിൽ പഠിച്ചു വന്ന എനിക്ക് തുടക്കം തൊട്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയമാണ്, മനസ്സിലാവാത്ത ഒരുപാട് പദപ്രയോഗങ്ങൾ. എനിക്കിത് റെഡി ആവുന്ന യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു കാലമൊക്കെ മുന്നോട്ട് പോയി. എന്തോ മാത്സിനോട്, കണക്കിനോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ ഇങ്ങനെ വഴങ്ങാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ വർഷത്തെ യൂണിഫെസ്റ്റ്, അതായത് ഇതുപോലെ തന്നെ ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ആനുവലി ഒരു പ്രോഗ്രാം നടത്താറുണ്ട്. അന്നത്തെ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരാൾക്ക് IITയിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അതൊരു വലിയ സെലിബ്രേഷൻ ആയിരുന്നു. കോട്ടക്കലിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരുപാട് സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ പങ്കെടുത്ത വലിയൊരു പ്രോഗ്രാം. സത്യത്തിൽ ആ ഒരു പ്രോഗ്രാമിലാണ് IIT എന്ന സ്വപ്നമൊക്കെ ഒരുപക്ഷെ എൻ്റെയും ഫവാസിൻ്റെയൊക്കെ മനസ്സിൽ ഒരു വിത്തായി നിക്ഷേപിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ ഒരുപാട് പിന്നിലാണെന്ന് അറിയാം, പക്ഷേ ഒരു ഫൈറ്റായിരുന്നു. മാത്സ് കുറച്ച് ഈസിയായി തുടങ്ങി. അത് വെച്ച് മെല്ലെ ബാക്കിയെല്ലാം പഠിച്ചു. നമ്മൾ ഫൈറ്റ് ചെയ്തു. നമ്മൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ തുടങ്ങി. എന്തിന് ഉപരി ഒരു വെള്ള പേപ്പർ കണ്ടു കഴിഞ്ഞാൽ, നിലത്ത ഒരു വെള്ള പേപ്പർ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് അതിലൊരു പ്രോബ്ലം എഴുതി, ചിലപ്പോൾ പ്രോബ്ലംസ് നമ്മൾ ഉണ്ടാക്കുക വരെ ചെയ്യുമായിരുന്നു. അത് സോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി. നമ്മൾ നല്ലോണം ഫൈറ്റ് ചെയ്തു. +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് എക്സാമിൽ നല്ലൊരു റിസൾട്ട്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 301 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ കിട്ടി. ഒരുപക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ അവരെല്ലാം ഞെട്ടിപ്പോയി. ലൈക്ക് അവരെന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലക്കിൽ കിട്ടിയതാണോ എന്ന് വിചാരിച്ചവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ CETയിൽ അഡ്മിഷൻ കിട്ടും, അവിടെ പോയി ജോയിൻ ചെയ്യണോ, അതല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറ് പറഞ്ഞു നിങ്ങൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IITയിൽ എന്തായാലും കിട്ടും, ജാഫർ ഇനി IIT പോണടാ എന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ കൺഫ്യൂഷനിലാണ്. അപ്പം നമ്മളെ കുടുംബത്തിൽ കുറച്ചൊക്കെ വിദ്യാഭ്യാസം നേടിയ പല ആളുകളോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ജാഫർ ഈ പോയി ചേർന്നോ, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇത്രയും റാങ്ക് കിട്ടിക്കോളുന്നില്ല, നീ വേഗം പോയി ചേർന്നോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് IIT എന്നൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്വയം തീരുമാനമെടുത്തു ഒരു വർഷം IITക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന്. ഒരു വർഷം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. അങ്ങനെ IIT മദ്രാസിൽ ഇന്ത്യയിലെ ടോപ്പ് നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി. നമ്മൾ IITയെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, നിരന്തരം നിങ്ങൾ കേൾക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് അറൗണ്ട് 700 ഏക്കർ ക്യാമ്പസ്. IITയിലെ ക്ലാസ് റൂം എക്സ്പീരിയൻസും അതുപോലെ തന്നെ ക്ലാസ് റൂമിന് പുറത്തെ എക്സ്പീരിയൻസും വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വേൾഡിലെ തന്നെ ടോപ്പ് ഫാക്കൽറ്റീസാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ടോപ്പ് ഇൻഫ്രാസ്ട്രക്ചറാണ്, എയർ കണ്ടീഷൻ റൂംസ് ആണ്. ക്ലാസ് റൂമിന് പുറത്താണെങ്കിലോ അതിമനോഹരമാണ്.
ഒരുപാട് ഗ്രൗണ്ട്, ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഗ്രൗണ്ടുകൾ, പല സ്പോർട്സ് ഗ്രൗണ്ട്സുകൾ, ഒരുപാട് ഇവൻസുകൾ, ഒരുപാട് ഹോസ്റ്റലിലെ ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കളർഫുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് IIT പോകുന്നതിന് മുമ്പ് ഞാൻ പറയുക, ഒരു വ്യക്തമായ പ്ലാനോട് കൂടി പോയാൽ മാത്രമേ നമ്മളുടെ ടേമിൽ IITയുടെ മുഴുവൻ ഫെസിലിറ്റീസും എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ പോയപ്പോൾ എൻട്രൻസിന് ശക്തമായി പഠിച്ചതിൻ്റെ പ്രഷറും അതൊക്കെ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുൾ റിലീഫൊക്കെ എടുത്തപ്പോൾ പലതും ഞങ്ങൾക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ശക്തമായ പ്ലാനോട് കൂടി വേണം അത്തരം ക്യാമ്പസുകളിൽ പോവേണ്ടതും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതും. അങ്ങനെ IITയിൽ നിന്ന് എന്നെ ഇൻസ്പയർ ചെയ്ത 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വപ്നം കാണാൻ പഠിക്കും. ഇപ്പോൾ ഒരു ഇന്നത്തെ പോലെ വെബിനാറുകളൊന്നും അന്നില്ല, സൂം ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ഈ IITയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ പ്രശസ്തമായ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് അലുമിനികളുള്ള ഒരു സ്ഥാപനമാണ് IIT എന്ന് പറയുന്നത്. അപ്പോൾ അന്നൊക്കെ അവർ ഫ്ലൈറ്റൊക്കെ എടുത്ത് ഡയറക്റ്റ് വന്നിട്ടാണ് നമ്മളോട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ അവരുടെ ടോക്കിനൊക്കെ പോകുമ്പോൾ സ്ട്രെയിറ്റ് ഫ്രം ദെയർ മൗത്ത് നമുക്ക് അവരുടെ ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ പറ്റും. വൺ ഓഫ് ദ സ്റ്റോറി, ആ സ്റ്റോറിയിൽ അദ്ദേഹം ടോപ്പ് പൊസിഷനിൽ ഷ്ലംബർഗർ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, ഒരു ഐഡിയ, നല്ല ഐഡിയ ആണ്, നീ തുടങ്ങാനുണ്ടോ എന്ന് ചോദിച്ച് ആൾ പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം സുഹൃത്ത് വിളിച്ചു, ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ട്, നീ വേഗം റിസൈൻ ചെയ്തോ. ഇയാളാകെ ഞെട്ടിത്തരിച്ചു, ഫ്രണ്ടല്ലേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആൾ അത്രയും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന അദ്ദേഹം റിസൈൻ ചെയ്തു, ഇയാളുടെ കൂടെ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ആ സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജേണിയിൽ അദ്ദേഹം ഇറ്റ് വാസ് നോട്ട് ഈസി. അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾസുകൾ, അദ്ദേഹം ഒരു സീഡ് ബിസിനസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്, ഒരു ഹൈബ്രിഡ് സീഡ്. അപ്പോൾ അദ്ദേഹം ആ സീഡ് വിൽക്കാനായി ഒരു കവറിൽ കുറച്ച് വിത്തുകൾ കയ്യിൽ പിടിച്ച് ബസ്സുകളിലൂടെ ഗ്രാമങ്ങളിലൂടെ ഒരുപാട് സഞ്ചരിച്ച കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് സിമ്പിൾ. നമ്മൾ ഒരുപാട് ഡെഡിക്കേഷനും ഒരു ലോങ് ജേണിയാണെന്നും അത്രയും കഠിനാധ്വാനവും ഒരു റോളർ കോസ്റ്റർ ലൈഫായിരിക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തോന്നും. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ്, എൻ്റെ ഫസ്റ്റ് ഇയറിൽ എൻ്റെ മെൻറ്ററായിട്ടുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ പൊതുവേ ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്യാമ്പസിലെ ടോക്ക് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റുകളെ കുറിച്ചായിരിക്കും. 40 lakhs പെർ ആനം, 40 LPA, 1 CR LPA, ഇത്രയും ലക്ഷങ്ങൾ ആനുവലി ശമ്പളം കിട്ടിയ പാക്കേജുകൾ ആർക്കൊക്കെ കിട്ടി എന്നുള്ള ചർച്ചയായിരിക്കും അവിടെ നടക്കാം. അപ്പോൾ എൻ്റെ ഈ മെൻറ്ററെ ഞാൻ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ പ്ലേസ്മെൻറ്റ്? അപ്പോൾ അദ്ദേഹം എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്ലേസ്മെൻറ്റിൽ ഇരുന്നിട്ടില്ല. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് എനിക്ക് പ്ലേസ്മെൻറ്റ് സാംസങ്ങിലോ ഗൂഗിളിലോ പ്ലേസ്മെൻറ്റ് കിട്ടി, 1 CR ആണ് എൻ്റെ ശമ്പളം എന്നൊക്കെയാണ് ഞാൻ കേൾക്കാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പ്ലേസ്മെൻറ്റിൽ ഇരുന്നിട്ടില്ല. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു വാട്ട്സ് യുവർ പ്ലാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എന്നോട്, ഐ ആം ഗോയിങ് ടു ബിൽഡ് മൈ ഓൺ കമ്പനി എന്ന് പറഞ്ഞു. സി ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പീപ്പിൾ. ഇപ്പം നിങ്ങൾ ഇന്ന് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതർ ഇലക്ട്രിക് സ്കൂട്ടർ, ഞങ്ങളവിടെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പിള്ളേർ ലാബിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പല സ്റ്റാർട്ടപ്സുകളും IIT മദ്രാസിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അതുപോലെ വ്യത്യസ്ത കോളേജുകളിൽ നിന്ന് വന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പം അത്രയും ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ എൻ്റെ കോളേജ് കാലം കഴിഞ്ഞു. ഞാൻ സെർണറിൽ ഒരു കോർപ്പറേറ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്തു. 4 years ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്തു. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ നല്ല ശമ്പളം വാങ്ങുമ്പോഴും നമ്മളെ മനസ്സ് അപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കോൾ എനിക്കും കിട്ടി. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, ഒരു ഐഡിയ ഉണ്ട്, നല്ല ഐഡിയ ആണ്, ഐ വിൽ ഫണ്ട് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇതൊരു അവസരമാണെന്ന് കരുതി എൻ്റെ മനസ്സിൽ മുമ്പ് ഉണ്ടായിരുന്ന ആ മോട്ടിവേഷൻ ഞാൻ അവിടെ ഒരു ഡിസിഷനിലേക്ക് മാറ്റി. അങ്ങനെയാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് നോട്ട് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. 5 വർഷം മുമ്പാണ് ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് ജേണി ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫൗണ്ടർ ആൻഡ് CTO ഓഫ് കാർട്ടോകാർട്ട് AI ആയിട്ട് ഇറ്റ്സ് ലൈക്ക് എ ഫാന്റാസ്റ്റിക് ജേണി.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നതിലല്ല കാര്യം. ഇപ്പം ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നും വന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാണ്, ഹൗ ലോങ് വി ആർ വില്ലിങ് ടു ഗോ, ആ ഒരു പോയിന്റാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് മൈ സ്റ്റോറി. ജാഫർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ജാഫറിൻ്റെ ഒരു ജേണിയൊക്കെ. അപ്പോൾ ഇതിൽ ജാഫർ പറഞ്ഞൊരു കാര്യം ഞാൻ രണ്ടാമത് ഒന്നുകൂടെ പറയുകയാണ്. അതായത് കൺസിസ്റ്റൻസി, അതേപോലെ തന്നെ നമ്മളൊരു ലോങ് ഷോട്ടാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് ചെറിയ സക്സസ്സുകൾ നമ്മുടെ മുന്നിലുണ്ടാവും, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് അത്ര ഷോർട്ടല്ല, ഇതൊരു ലോങ് വേ ആണ്. ആ ലോങ് വേയിൽ നമ്മൾ സക്സസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മുടെ കൂടെ അടുത്തത് ഉള്ളത് ഫർസീനാണ്. ഫർസീന് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ PG കഴിഞ്ഞു. പിന്നെ ഇറാസ്മസ് മുണ്ടസ് എന്ന് കേട്ട എത്ര ആളുകളുണ്ട് ഇവിടെ? ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് എന്ന് കേട്ടിട്ടുള്ള എത്ര ആളുണ്ട്? ഓക്കെ, ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് എടുത്ത് യൂറോപ്പിലെ 4 രാജ്യങ്ങളിൽ നിന്ന് PG ചെയ്ത ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ഫർസീൻ. അപ്പോൾ ഫർസീൻ എന്ത് ചെയ്യും? ഫർസീനിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജാഫറും ഞാനും ഒക്കെ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നത്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ്. പക്ഷെ അതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് മേഖലയിലാണ് ഫർസീൻ തൻ്റെ കഴിവുകൾ തെളിയിച്ചത്. അപ്പോൾ ഫർസീൻ്റെ ഒരു ജേണി നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. Thank you so much. A very warm good afternoon, everyone. Thank you XNY Learning for having me here, for this opportunity. എൻ്റെ പേര് ഫർസി എന്നാണ്. താങ്ക്സ് ഫോർ ദ കൈൻഡ് ഇൻട്രൊഡക്ഷൻ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. നാട്ടിലായിരുന്നു പഠിച്ചതൊക്കെ, ഡിഗ്രി വരെ നാട്ടിലായിരുന്നു പഠിച്ചത്. നാട്ടിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഗവൺമെൻറ് കോളേജ് നാദാപുരത്ത് ആയിരുന്നു. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അതിനുശേഷം ജാമിയ മില്ലിയ ഇസ്ലാമിയ ഡൽഹിയിൽ MSW മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ചെയ്തു. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ജാമിയയിൽ 2 വർഷക്കാലമായിരുന്നു. ജാമിയയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ചും വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ സ്റ്റഡിയിങ് സോഷ്യൽ വർക്ക്, അവിടെയായിരുന്നു PG. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സഹപാഠികളുടെ കൂടെ ചെലവഴിച്ച 2 വർഷം. അത് ശരിക്കും മുന്നോട്ടുള്ള എൻ്റെ യാത്രക്ക് വഴി തുറന്ന് തന്നത് ആ ഒരു 2 വർഷക്കാലമായിരുന്നു. അതിനുശേഷം 1 വർഷം ഞാൻ ഗ്യാപ്പ് എടുത്തു. അതിനിടയിൽ ഗവൺമെൻറ് ഓഫ് കേരള ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സോഷ്യൽ വർക്കറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇറാസ്മസ് മുണ്ടസ് ജോയിൻറ്റ് മാസ്റ്റേഴ്സ്. ഒരുപാട് ആളുകളൊന്നും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രോഗ്രാമാണ് ഇറാസ്മസ് മുണ്ടസ്. യൂറോപ്യൻ കമ്മീഷൻ ഫണ്ട് ചെയ്യുന്ന ലോകത്തെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ് ഇറാസ്മസ് മുണ്ടസ്. മറ്റ് സ്കോളർഷിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വിവിധ രാജ്യങ്ങളിൽ പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ അവസരം തുറന്നു തരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇറാസ്മസ് മുണ്ടസ്. ഞാൻ എൻ്റെ ഇറാസ്മസ് മുണ്ടസ് ജേണി തുടങ്ങിയത് ജർമ്മനിയിലായിരുന്നു. ജർമ്മനിയിലെ ഓൾഡൻബർഗ് എന്നുള്ള ഒരു ചെറിയൊരു ടൗണിൽ നിന്നുള്ള ഓൾഡൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ സെമസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2ാമത്തെ സെമസ്റ്റർ നോർവേയിൽ സ്റ്റവാങ്കർ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു തുറമുഖ നഗരം, അവിടെയായിരുന്നു എൻ്റെ 2ാമത്തെ സെമസ്റ്റർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ സെമസ്റ്റർ ആക്ച്വലി ഒരു ഇൻറ്റേൺഷിപ്പാണ്. ഇൻറ്റേൺഷിപ്പിന് ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ, ഞാൻ പഠിച്ചത് മൈഗ്രേഷൻ സ്റ്റഡീസാണ്. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ ഏജൻസി ആയിട്ടുള്ള IOM-ലായിരുന്നു എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും അടുത്തൊരു രാജ്യത്തേക്ക് ചെക്ക് റിപ്പബ്ലിക്കിലെ
സൗത്ത് ബുഡ്യോവിസ് എന്ന് പറയുന്ന എഗെയിൻ വളരെ മനോഹരമായിട്ടുള്ള ചില ആളുകളൊക്കെ നോവലുകളൊക്കെ വായിക്കുന്ന ആളുകളൊക്കെ ബൊഹീമിയൻ സൗത്ത് ബൊഹീമിയൻ റീജിയൻസ് ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയായിരുന്നു. എഗെയിൻ എൻ്റെ ഫൈനൽ സെമസ്റ്റർ ഞാൻ തീസിസ് സെമസ്റ്റർ ആയിരുന്നു. ഒരു സെമസ്റ്റർ കംപ്ലീറ്റ്ലി തീസിസ് ആയിരുന്നു. അത് ലോകത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓസ്ലോയിലെ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു എൻ്റെ തീസിസ് പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ്, MSF എന്ന് അറിയപ്പെടുന്ന പ്രത്യേകിച്ചും യുദ്ധഭൂമികളിലും അതേപോലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന രാജ്യങ്ങളിൽ ഏകദേശം 70ഓളം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന MSFലെ നോർവേയിലെ ഒരു വർഷത്തോളം ജോലി ചെയ്ത് ഇപ്പം യൂറോപ്യൻ യൂണിയൻ്റെ ഡയസ്പൊറ ഫെസിലിറ്റിയിൽ അവരുടെ ഒരു യൂത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ജേണി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേണിംഗ് പോയിന്റ് വാസ് ജാമ്യ മില്യ. നമ്മൾ പലപ്പോഴും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും പറയാറുണ്ട്. എൻ്റെ രണ്ട് ഭാഗത്ത് ഇരിക്കുന്നത് 2 IITians നടുവിലാണ് ഇരിക്കുന്നത്. അപ്പം പൊതുവിൽ പറയാറുണ്ട്, യു വിൽ ബി ദ ആവറേജ് ഓഫ് 5 people that you are surrounded by. നമ്മൾ ചുറ്റിലുള്ള ആളുകൾ മികച്ച ആളുകളാവുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും അവരോട് അവരുടെ കോമ്പിറ്റൻസും അവരുടെ സ്കില്ലൊക്കെ നമ്മളും കൂടി അക്വയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും അങ്ങനെ പുതിയ അവസരങ്ങളിലേക്കൊക്കെ പിന്നെ നമുക്ക് സാധ്യതകളിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നതാണ്. ഞാൻ എൻ്റെ ടോക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒബ്സർവേഷൻ നടത്തുന്ന ഒരാളാണ്. XNY ലേണിംഗ് കുറച്ചധികമായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അജ്മൽ സാറും മറ്റു ടീം അംഗങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എൻ്റെ ജേണി വളരെ പതുക്കെയുള്ളൊരു ജേണി ആയിരുന്നു, വളരെ സ്ലോ ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് ഞാൻ പലപ്പോഴും തോന്നാറുള്ളത്, ബേസ് നമ്മൾ XNYൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ബെറ്റർ ഫൗണ്ടേഷൻ ബെറ്റർ ഫ്യൂച്ചർ എന്നാണ് അല്ലേ. നമ്മളൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പം ഞാനൊക്കെ ഹൈസ്കൂളിലും ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പഠിക്കുമ്പം വി വർ ഓൾവേസ് ഫെഡ് വിത്ത് ദ സ്റ്റോറീസ് ഓഫ് ലൈക്ക് ഡിഗ്രിക്ക് സപ്ലൈ അടിച്ച IAS ആയ ആളുകൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് വലിയ ഉന്നതിയിൽ എത്തിയ ആളുകളുടെയൊക്കെ സ്റ്റോറികളൊക്കെ കേട്ടിട്ട് ആണ് നമ്മളൊക്കെ വളർന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ ഒരു സപ്ലൈ ഒക്കെ അടിച്ചാൽ പ്രശ്നമില്ല, കുറച്ച് മാർക്കൊന്നും കുറഞ്ഞാൽ പ്രശ്നമില്ല. ബട്ട് ദ വെർ ഓൾ എക്സെപ്ഷൻസ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ്. നമ്മൾ ആ എക്സെപ്ഷൻസ് കണ്ടിട്ട് നമ്മൾ അത് മാതൃകയാക്കാൻ ശ്രമിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ പിന്നെ വേസ്റ്റായി പോയതായിട്ട് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. So I can vouch for the importance of building better foundations. That's very very important. I had to spend multiple time compromise working on the foundation that I missed when I was supposed to build those foundations. So focus on building foundation as XNY learning always say, as Ajmal sir always say, build those foundations and you will find your way. Thank you so much. ഓക്കെ, അപ്പോൾ ഫർസീൻ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയാണ്. അതായത് ഫർസീൻ്റെ ജേണി കുറച്ച് ലോങ് ആയിരുന്നു. പക്ഷേ ഇവിടെയുള്ള പല ആളുകളും പ്രിവിലേജ്ഡ് ആണ് ഇൻ വൺ സെൻസ്. അതായത് എല്ലാവരും ഓൾറെഡി IITകളെ കുറിച്ചും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകളാണ് ഒരുപാട് പേര്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫർസീൻ പറഞ്ഞ ഞാൻ ഒന്നും കൂടെ പറയാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു ആവറേജിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എത്രയും നല്ല ആളുകളുടെ കൂടെ നമ്മൾ ഇരിക്കുന്നു അത്രയും എന്ത് ചെയ്യും, ദാറ്റ് വിൽ ഹെൽപ്പ് അവർ കരിയർ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മുടെ അടുത്തൊരു സെഷനിലോട്ട് എന്ത് ചെയ്യാം. താങ്ക് യു ജോഫർ, താങ്ക് യു ഫർസീൻ ഫോർ ബീയിങ് ഹിയർ.